ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഏറ്റവും ആദ്യം ആരോപണ വിധേയന വ്യക്തിയാണ് രഞ്ജിത്ത് എന്ന് പറയുന്ന ഡയറക്ടർ. രഞ്ജിത്ത് ആരോപണ വിധേയനായി. അപ്പം തന്നെ വയനാട്ടിലെ ഒരു റിസോർട്ടിലേക്ക് വന്നു. ഇവിടെ നിന്ന് വയനാട്ടിലെ ആൾക്കാർ പുള്ളിനെ പ്രതിഷേധിച്ച് ഓടിച്ചു. അതിലെനിക്ക് അഭിമാനമുണ്ട് ഒരു വയനാടുകാരനായാൽ. ഇവിടെ വന്ന് അങ്ങനെ ഒരു ആളും സുഖിക്കണ്ട ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഇത്രയും ആരോപണ വിധേയനായിട്ടുള്ള ഒരാൾ. പുള്ളീൻ്റെ അഹങ്കാരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇത്രയും നല്ല മനുഷ്യൻ. അന്ന് ഒരു ചലച്ചിത്ര പരിപാടീൻ്റെ സംഭവത്തിൽ എനിക്ക് ആ പണ്ടത്തെ SFIക്കാരനാ എന്ന് പറഞ്ഞ് വലിയ വാചകം അടിച്ചൊരു വ്യക്തിയാണ്. എന്തായാലും ഇപ്പം പുള്ളീൻ്റെ അഡ്രസ്സ് പോലും കാണുന്നില്ല. ആദ്യം ഒരു സ്ത്രീയാണ് പരാതിയായിട്ട് വന്നതെങ്കിൽ ഇപ്പോൾ ഒരു യുവാവാണ് പരാതിയായിട്ട് വന്നിരിക്കുന്നത്. യുവാവ് പരാതിയായിട്ട് വന്നു. അപ്പം രഞ്ജിത്തിൻ്റെ അവസ്ഥ ഇതിൽ കൂടുതൽ എന്ത് വിവരിക്കാനാണ്? കേരളക്കാർ മൊത്തം അല്ലെങ്കിൽ മലയാളികൾ മൊത്തം രഞ്ജിത്തിൻ്റെ അവസ്ഥ കണ്ട് കറക്കിച്ച് തുപ്പും മുഖത്തേക്ക്. അല്ലാതെ എന്തു പറയാനാണ്? അവന് പെണ്ണുങ്ങളെ പോരാ, അവൻ ആണുങ്ങളെയും വേണമെന്നുള്ള അവസ്ഥയാണ്. പിരിമ്പിൻ്റെ ഷഡ്ഡി ഇട്ടുകൊണ്ട് നടക്കേണ്ട ഒരവസ്ഥ. ഇനിയിപ്പം നമ്മളൊക്കെ സിനിമയിലേക്ക് പോകുമ്പോൾ ചാൻസൊക്കെ ചോദിച്ച് പോകുമ്പം ഇരുമ്പിൻ്റെ ഷഡ്ഡിയും ഇരുമ്പിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോകേണ്ടി വരും. പിന്നെ ആ പയ്യൻ വന്നിട്ട്, അതായത് ഇരയായ യുവാവ് വന്നിട്ട് പറയുന്നുണ്ട്, എന്നെ ഹോട്ടലിലേക്ക് വിളിപ്പിച്ചു, ഹോട്ടലിൻ്റെ പിൻവാതിൽ വഴി എന്നെ റൂമിലേക്ക് വരാൻ പറഞ്ഞു, റൂമിലേക്ക് എന്ന് കള്ളു കൊടുത്തപ്പോൾ കള്ളു കുടിച്ചു, അത് കഴിഞ്ഞ് നേക്കഡായിട്ട് നിൽക്കാൻ പറഞ്ഞപ്പോൾ സ്വന്തമായി വസ്ത്രം ഊരി നേക്കഡായിട്ട് നിന്നു, അപ്പോൾ ഫോട്ടോ എടുത്തു ആരെയോ കാണിക്കാനാണെന്ന് പറഞ്ഞ്. പക്ഷെ ഇതിനൊക്കെ നിന്ന് കൊടുത്ത യുവാവിൻ്റെ മനസ്സ് ഞാൻ കാണാതെ പോകുന്നില്ല. അതായത് എനിക്ക് സിനിമയിൽ കയറണം, അതുകൊണ്ട് ഞാൻ എന്തും ചെയ്യുമെന്നുള്ള ആ ഒരു പരിപാടി ശരിയായില്ല. അതായത് ഇപ്പം രഞ്ജിത്ത് റൂമിലേക്ക് വിളിപ്പിച്ചു, പിടിച്ച് വെച്ച് എല്ലാം ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് മനസ്സിലാക്കാം ട്രാപ്പായി പോയതാണ്. പക്ഷേ ഇത് രഞ്ജിത്ത് നീക്കടായി നിൽക്കാൻ പറഞ്ഞപ്പം സ്വന്തമായി വസ്ത്രം ഊരി സ്വന്തമായി ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു, എല്ലാം ചെയ്തു. എന്നിട്ട് പറയാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. അപ്പോൾ ഇത്രയൊക്കെ നിന്ന് കൊടുത്തിട്ട്, അതുകൊണ്ടാണ് ഞാൻ ആ തംബ്നെയിലിൽ യുവാവിൻ്റെ ഫോട്ടോ കാണിക്കാത്തത്. എന്തിനാണ്? വെറുതെ അവനെ നാണം കെടുത്തുന്നില്ല. പക്ഷേ ആ ഇരയായ യുവാവ് ചെയ്ത പരിപാടി ഒട്ടും ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചില നടിമാർ എനിക്ക് ചാൻസ് തരാമെന്ന് പറഞ്ഞ് എന്നെ പിടിപ്പിച്ചു, എന്നിട്ട് എനിക്ക് ചാൻസ് കിട്ടിയില്ല, അപ്പോഴാണ് പരാതിയായിട്ട് വരുന്നത്. അപ്പം രണ്ടുപേരുടെ സമ്മതത്തോടു കൂടിയാണ് പരിപാടികളൊക്കെ ചെയ്തത്. എന്നിട്ട് ചാൻസ് കിട്ടാതായി കഴിഞ്ഞപ്പോൾ ഒരാൾ മാത്രം കുറ്റക്കാരനായി. ആ ഒരു നിലപാട് ശരിയല്ല. അപ്പം ഞാൻ ഇതിനിടയ്ക്ക് വേറൊരു യുവാവിൻ്റെ കണ്ടു, ഒരു സംവിധായകൻ ഇങ്ങനെ വിളിച്ചു, എന്നിട്ട് ആവശ്യമില്ലാത്ത പരിപാടി ചെയ്തപ്പം 2 അടിയും കൊടുത്തൊരു ചവിട്ടും കൊടുത്തു. അവൻ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോന്നു, അവന് ചാൻസ് വേണ്ടാന്ന് പറഞ്ഞു. ഇതാണ് അന്തസ്സുള്ള പരിപാടി. അല്ലാതെ എന്നോട് അവനെങ്ങനെ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു, എന്നിട്ട് എനിക്ക് ചാൻസ് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ പരാതിയായിട്ട് വരിക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതിൻ്റെ കമൻറ്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. അപ്പോൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തുകൊണ്ട് ചാൻസ് കിട്ടാതായപ്പോഴാണ് മറ്റേ കുറ്റക്കാരനായത് രഞ്ജിത്ത്. അത് വല്ലാത്തൊരവസ്ഥയാണ്. അതിന് രഞ്ജിത്ത് ചെയ്തത് ശരിയാണ് എന്നല്ല പറയുന്നത്, പക്ഷേ സിനിമയുടെ പുറകെ നടക്കുന്ന ആൾക്കാരൊക്കെ ഇതൊന്ന് കണ്ടുപിടിക്കുക. ആത്മാഭിമാനമാണ് വലുത്, അല്ലാതെ സിനിമയിൽ കയറുക എന്നുള്ള കാര്യം നമ്മുടെ ആത്മാഭിമാനത്തോളം അത്ര വലുതുള്ള കാര്യമൊന്നുമല്ല. പിന്നെ പോകുന്നവരാണെങ്കിലും ഇതൊക്കെ ഒന്ന് ഇതാക്കുക. പിന്നെ ഇതിനൊക്കെ തെളിവുകളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊന്നും തെളിവുകളില്ല. ഇതൊക്കെ വാമൊഴിയാലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആകെ തെളിവുള്ളത് ആ സിദ്ദിഖിൻ്റെ കേസിൽ മാത്രം കുറച്ച് തെളിവുണ്ട് തോന്നുന്നു. ബാക്കിയുള്ളതിലൊന്നും തെളിവുകളില്ല, എല്ലാം വാമൊഴിയാലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഈ കേസൊക്കെ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ വന്നിരിക്കുന്ന ഇരകളായിട്ടുള്ളവർക്കൊക്കെ ചിലപ്പോൾ ഭയങ്കരമായ രീതിയിൽ ദോഷകരമായി ബാധിക്കും. അപ്പം ഇനിയും ഒരുപാട് കേസുകൾ പുറത്ത് വരാനുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കേസുകളൊക്കെ പുറത്ത് വരട്ടെ. പക്ഷേ എന്തെങ്കിലും ഒരു തെളിവുകളുമായിട്ട് വന്നു കഴിഞ്ഞാൽ അത്രത്തോളം നമുക്ക് ഉപകാരപ്രദമാണ്. അല്ലെങ്കിൽ ഈ കേസുകളൊക്കെ തിരിച്ചടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കേണ്ട ആൾക്കാരാണ് ഇരകളായിട്ടുള്ളവർ. ചിലപ്പോൾ അവർ ശരിക്കും ഇരകളായിരിക്കാം, പക്ഷേ കോടതിയിലെ തെളിവുകളാണ് പ്രധാനമെന്ന് പറയുന്നത് പോലെ ഈ കേസ് തിരിച്ചടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇവിടെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പയ്യന്മാരൊക്കെ വന്നിട്ട് ഇതിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ മുഖമൊക്കെ ഒന്ന് ബ്ലറാക്കി ആദ്യം തന്നെ കാണിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അല്ലാതെ ഇവനിപ്പോൾ ഇവൻ്റെ സ്വന്തം നാട്ടിലേക്ക് ചെന്ന് ഇവനെ ആൾക്കാർ കാണുന്നത് ആ രീതിയിലായിരിക്കും. നമ്മുടെ ആൾക്കാരാണ്, അവൻ ഇരയാണെന്നുള്ള രീതിയിലൊന്നും അവനെ നമ്മൾ കാണൂല. പിന്നെ പറയുന്നത് കാര്യത്തിലും സ്വന്തമായി എല്ലാം ചെയ്തു കൊടുത്തു എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത് തന്നെ എന്താ പറയുക, അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. എന്ത് ചെയ്യാനാണ്? അപ്പം ഇനി ഇരകളായിട്ട് വരുന്നവരോടും അല്ലെങ്കിൽ ഇനി സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നവരോടൊക്കെ പറയാനുള്ളൊരു കാര്യം, ഒന്നും സ്വന്തമായിട്ട് ചെയ്തു കൊടുത്തിട്ട് മറ്റൊരാളുടെ മേത്ത് കുറ്റം വെക്കുന്നതിനേക്കാളും നല്ലത് അവരാ കാര്യം പറയുമ്പോൾ തന്നെ അത് നടക്കൂല എന്ന് പറഞ്ഞെങ്കിൽ ഇറങ്ങിപ്പോരുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലാതെ ചാൻസ് കിട്ടുമെന്ന് പറഞ്ഞ് ഉള്ള പരിപാടി മൊത്തം കാണിച്ചിട്ട് വരുന്നത് അത്ര നല്ല കാര്യമല്ല. പക്ഷേ അത് അവരുടെ അവസ്ഥയായിരിക്കാം, സാഹചര്യമായിരിക്കാം.